അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് നിലവിലെ യുഎസിന്റെ പ്രസിഡന്റായ ജോ ബൈഡൻ പിന്മാറി. താൻ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ താൽപര്യമില്ല എന്നുള്ള തന്റെ നിലപാട് ജോ ബൈഡൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. നിലവിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ, ഡെമോക്രാറ്റിക് പാർട്ടിയിൽ തന്നെ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം ജോ ബൈഡനുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്നു. അത് ഒന്നുകൂടി ശക്തമാവുകയാണ്. അതിന് ബറാക് ഒബാമ അടക്കമുള്ള അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ തന്നെയാണ് ജോ ബൈഡന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്മാറണം എന്ന് ശക്തമായ രീതിയിൽ ആവശ്യപ്പെട്ടത്. രാജ്യത്തിന്റെ നികുതി പണം കൊണ്ട് അവ്യക്തമായിരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു. യുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ അമേരിക്കയുടെ പൗരന്മാർ ആ രാജ്യത്തിന്റെ സമൃദ്ധിക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണത്തിന്റെ ഭാഗം എടുത്തുകൊണ്ടാണ് ഉക്രൈനൊക്കെ സഹായിക്കുന്നത്, ഉക്രൈനും ഇസ്രായേലിനൊക്കെ സഹായിക്കുന്നത്. അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഈ നിലപാടുകളൊക്കെ തെറ്റായിരിക്കുന്ന സമീപനമാണ്. ഏതെങ്കിലും രാജ്യത്ത് വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ രാജ്യത്തിലെ വിഷയങ്ങളിലൊക്കെ ഏതെങ്കിലും പക്ഷം ചേർന്നുകൊണ്ട് നടപടിയെടുക്കുകയും രാജ്യത്തിന്റെ സമ്പത്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യത്തിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്ന രീതി തന്നെ തെറ്റാണ് എന്നുള്ള അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അകത്തൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉടലെടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ വിഷയം പറയുന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യമാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റിന് വെടിയേറ്റു എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ഭരണ സംവിധാനത്തിന് അല്ലെങ്കിൽ ഭരണകൂടത്തിന് ആ പ്രസിഡന്റിന്റെ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ 100% പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഏകദേശം 35 മീറ്റർ 35 മുതൽ 125 മീറ്ററിന് ഇടയിൽ എന്നാണ് പറയുന്നത്. ചില റിപ്പോർട്ടിൽ പറയുന്നത് 75 മീറ്റർ, ചിലർ പറയുന്നത് 45 മീറ്റർ, ചിലർ പറയുന്നത് 125 മീറ്റർ. ഏതായിരുന്നാലും വല്ലാത്ത രീതിയിൽ അകലമില്ലാത്ത ഇത്ര 125 മീറ്റർ അകലച്ചിൽ നിന്നാണ് 20 വയസ്സുകാരനായ ഒരു വ്യക്തി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിയുതിർക്കുന്നത്. മഹാഭാഗ്യത്തിനാണ് അയാൾ രക്ഷപ്പെട്ട് ചെവിക്ക് മുറിവേറ്റു. ആ ബ്ലഡ് മുഖത്തൂടെ ഒലിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ വൻ ശക്തിയുള്ള രാജ്യം, ഏറ്റവും കൂടുതൽ സുരക്ഷാ സംവിധാനമുള്ള, ഏറ്റവും വലിയ രഹസ്യ സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് നേരെയാണ് ഈ ഒരവസ്ഥയിൽ എന്തുണ്ടാവുന്നത്? വധശ്രമം ഉണ്ടാകുന്നത്. ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ സുരക്ഷ ഒരുക്കുക, വലിയ മുൻകൂട്ടി ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കുക, ഇതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അതൊന്നും ഇല്ലാത്ത രീതിയിലാണ് യഥാർത്ഥത്തിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് വെടിയേറ്റത്. ഇതോടുകൂടി അവിടുത്തെ രാഷ്ട്രീയപരമായിരിക്കുന്ന അന്തരീക്ഷങ്ങളും അവസ്ഥകൾക്കും വലിയ മാറ്റങ്ങളുണ്ടായി. അതുവരെ ഏറെക്കുറെ ജോ ബൈഡന് അനുകൂലമായിരിക്കുന്ന നിലപാടുകളും ആ രീതിയിലുള്ള പ്രവർത്തന രീതികളൊക്കെ ആയിരുന്നു കണ്ടിരുന്നത്. ഈ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കേസിലെ പ്രതിയാണ്. അത് ക്രിമിനൽ കേസിൽ തന്നെ 3-4 ക്രിമിനൽ കേസിലും ഡൊണാൾഡ് ട്രംപ് പ്രതിയാണ്. രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തു അല്ലെങ്കിൽ ചോർന്നു പോയി എന്നുള്ള ഒരു വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് തലത്തിൽ സൂക്ഷിക്കേണ്ട രേഖകളൊക്കെ ഡൊണാൾഡ് ട്രംപിന്റെ വീട്ടിൽ നിന്ന് പിടിക്കപ്പെട്ടു എന്ന തരത്തിലൊക്കെ അതിരൂക്ഷമായിരിക്കുന്ന വിമർശനം ട്രംപിന് നേരെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വലിയ രീതിയിലുള്ള കേസാവുകയും ചെയ്തിട്ടുണ്ട്. ആ കേസിന്റെ നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഒരു പക്ഷേ ട്രംപിന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തന്നെ സാധിക്കുകയില്ല എന്നുള്ള അഭിപ്രായങ്ങളും എന്നുള്ള നിരീക്ഷണമൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ഈ വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വന്നതോടുകൂടി അതെല്ലാം തലകീയായി മറിഞ്ഞു. അദ്ദേഹത്തിന് കോടതി കുറ്റവിമുക്തനാക്കി. 2-3 കേസിൽ, ഏറ്റവും വലിയ കേസിൽ കുറ്റവിമുക്തനായിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. അതോടുകൂടി രാഷ്ട്രീയ അന്തരീക്ഷത്തിനും അവസ്ഥകൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഉണ്ടായി. ജോ ബൈഡൻ പ്രചരണ രംഗത്ത് ബഹുദൂരം പിന്നിലായി. ഡൊണാൾഡ് ട്രംപ് പ്രചരണ രംഗത്ത് ബഹുദൂരം മുന്നിലുമായി. ജനകീയപരമായ രീതിയിൽ വലിയ നേതാവായിട്ട് ട്രംപിനെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന രീതിയിലുള്ള കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അപ്പൊ ഇങ്ങനൊരു മത്സരം നടത്തിയാൽ ഒരിക്കലും ജോ ബൈഡന് ജയിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്മാറ്റം അഡ്വാൻസ് ആയിട്ട് തന്നെ വന്നത്. മത്സരിച്ച് തോൽക്കുന്നതിനേക്കാണ് നല്ലത് മത്സരിക്കാതിരിക്കുന്നതാണ് എന്നുള്ളൊരു നിർദ്ദേശം അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഡൊണാൾഡ് ട്രംപ് നിലവിലെ ജോ ബൈഡനുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ കുറച്ചും കൂടി വൈകാരികപരമായ രീതിയിലും തീവ്രമായി ചിന്തിക്കുന്ന വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. ആ ട്രംപിന്റെ കാലത്താണ് മുസ്ലിം രാജ്യങ്ങൾക്ക് എതിരെയൊക്കെ വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങളും യുദ്ധ സംബന്ധമായിരിക്കുന്ന കാര്യത്തിനൊക്കെ വലിയ രീതിയിലുള്ള കോപ്പ് കൂട്ടുകയും ചെയ്തത്. ഇപ്പോ യുദ്ധത്തിനെതിരെ വിമർശിക്കുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെതിരെയും ഇറാഖിനെതിരെയും മുസ്ലിം രാജ്യങ്ങൾക്കെതിരെയൊക്കെ പല നിലപാടുകളും പല ഘട്ടങ്ങളിലും അയാളുടെ ഭരണസമിതി നിലനിൽക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇറാന്റെ സൈനിക കമാൻഡറായിരുന്ന കാസിം സുലൈമാനിയെ ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് ഇസ്രായേലിന്റെ സൈന്യം ഇസ്രായേലിന്റെയും
അമേരിക്കയും അതിന്റെയും സംയുക്തമായിരിക്കുന്ന സൈന്യമാണ് കൊലപ്പെടുത്തിയത്. രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ ഇസ്രായേൽ നൽകുകയും പ്രവൃത്തികൾ അമേരിക്കയുടെ സൈന്യം ചെയ്യുകയും ചെയ്തു എന്നാണ് ഇറാൻ അന്ന് ആരോപിച്ചത്. മാത്രവുമല്ല, ഡൊണാൾഡ് ട്രംപിന്റെ കാലത്താണ് ഈ സംഭവം നടന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം, ഇത്തരമൊരു അക്രമം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ കാസിം സുലൈമാനിയെ കൊലപ്പെടുത്തുന്ന പ്രവൃത്തി നടക്കുന്നത് ലൈവായ രീതിയിൽ എനിക്ക് കാണണം, ആ രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് വേണം ആക്രമിക്കാൻ എന്ന തരത്തിലാണ്. അദ്ദേഹം അങ്ങനെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ വെച്ചിട്ട് കാസിം സുലൈമാനിയെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രോൺ സംവിധാനങ്ങൾ വരുന്നത്, സ്ഫോടനം നടത്തുന്നതൊക്കെ നെറ്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കണ്ടു എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇറാന്റെ സംവിധാനത്തോടും അറേബ്യൻ സംവിധാനത്തോടും ഏറെക്കുറെ മതിപ്പില്ലാത്തൊരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഏതൊരാൾ മാറി മാറി വന്നാലും ഏറെക്കുറെ അമേരിക്കയ്ക്കുള്ള നിലപാടിനനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കാറുള്ളത് എന്നുള്ളത് കൃത്യമാണ്. അറബ് മേഖലയിൽ അമേരിക്കയ്ക്ക് സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവിധ ശ്രമങ്ങളും എല്ലാ കാലത്തും അമേരിക്കയുടെ ഭരണാധികാരികൾ ചെയ്യാറുണ്ട്. ആ മേഖലയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായ പെട്രോളിയം സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന ദേശത്തിന്റെ ഭാഗമാണ് മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അവിടുന്ന് ആധിപത്യം എത്രത്തോളം കുറയുന്നോ അത്രത്തോളം സാമ്പത്തിക രംഗത്ത്, അന്താരാഷ്ട്ര വിപണി രംഗത്തൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ പ്രകടമാകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മിഡിൽ ഈസ്റ്റിൽ വിജയിച്ച് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അമേരിക്ക വലിയ രീതിയിലുള്ള സാമ്പത്തിക നീക്കിവെക്കുന്നതും വലിയ ശ്രമങ്ങൾ നടത്തുന്നതും. അന്താരാഷ്ട്ര മേഖലയിൽ ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും ലോകത്തിലെ ബഹുഭൂരിപക്ഷം രാഷ്ട്രങ്ങളും ഭരണാധികാരികളും അതിരൂക്ഷമായ രീതിയിൽ ഇസ്രായേലിന്റെ നടപടിയെയും അമേരിക്കയുടെ നടപടിയെയും വിമർശിച്ചിട്ടും പല ഘട്ടങ്ങളിൽ യുദ്ധം നിർത്താൻ വേണ്ടി വെടിനിർത്തൽ അനിവാര്യമായിരിക്കുന്നു എന്ന തരത്തിലുള്ള നിലപാടുകൾ എടുത്തിട്ടും അമേരിക്ക പിന്തുണ അറിയിച്ചുകൊണ്ട് ഇസ്രായേലിനോടൊപ്പം ചേർന്നതിന്റെ കാര്യം മിഡിൽ ഈസ്റ്റിലെ ആധിപത്യം അവർക്ക് വിട്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഏറെക്കുറെ അമേരിക്ക ഇപ്പൊ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിൽ ആ മേഖലയിലുള്ള ഒരേ ഒരു അമേരിക്കയെ പിന്തുണക്കുന്ന രാജ്യം ഇസ്രായേൽ എന്നതിനാൽ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇസ്രായേലിനെ കണ്ണും പൂട്ടിയുള്ള പിന്തുണ നൽകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, അമേരിക്കയുടെ രാഷ്ട്രീയങ്ങളൊക്കെ മാറി മറിയുന്നു, അതിന്റെ അവസ്ഥകളൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇസ്രായേലിനെതിരെ ഫലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടന്നിട്ടുണ്ട്. ഏകദേശം 3-4 ലക്ഷം പ്രതിഷേധക്കാർ ഒത്തുകൂടി ഇസ്രായേലിനെതിരെയും ഫലസ്തീൻ അനുകൂലമായ രീതിയിൽ മുദ്രാവാക്യം വിളിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പൊ അവിടെ തന്നെ നല്ലൊരു 10 ലക്ഷത്തിലധികം മുസ്ലിങ്ങൾ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്രയും ആളുകളുടെ വോട്ടവകാശം അല്ലെങ്കിൽ സമ്മതിദാനാവകാശം എല്ലാം ജോ ബൈഡനെതിരായിട്ട് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതെല്ലാം വോട്ടായി വരുന്ന സമയത്ത് ഒരിക്കലും ജോ ബൈഡന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നതിനാൽ യഥാർത്ഥത്തിൽ അഡ്വാൻസ് ആയി തന്നെ അദ്ദേഹം രാജിവെച്ച് ഒഴിയുകയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത്.